ഹായ്, ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. നമ്മൾ എന്തായാലും ഇന്നൊരു GST കുറിച്ചുള്ള ഡീറ്റെയിൽസ് നോക്കാം. പുതിയ നിയമപ്രകാരം വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും വാടകയ്ക്ക് പുറമെ 18% GST കൂടി അടയ്ക്കേണ്ടതായിരിക്കും. ബിൽഡിംഗ് ഉടമയ്ക്ക് GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹം ഇൻവോയ്സ് നൽകണം. അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തി റിവേഴ്സ് ചാർജ് പ്രകാരം GST അടയ്ക്കണം. ഇനി മുതൽ വാടക കരാർ നിർബന്ധമാണ്. ഇതുവരെ വാടക കരാർ ഇല്ലെങ്കിൽ ഉടൻ തന്നെ 500 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ വാടക കരാർ തയ്യാറാക്കുക. നമ്മുടെ ബന്ധുക്കളുടെ ആരുടെയെങ്കിലും പേരിലുള്ള ബിൽഡിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ബന്ധുക്കളുടെ പേരുള്ള സമ്മതപത്രവും വാടക കരാറാക്കി മാറ്റണം. വാടക കരാർ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മാർക്കറ്റ് നിരക്കിലുള്ള വാടകയ്ക്ക് GST അടയ്ക്കേണ്ടി വരാം. ഇത് കോമ്പോസിഷൻ സ്കീം സ്വീകരിച്ചവർക്ക് അധിക നികുതി ബാധ്യതയാകും. ബിൽഡിംഗ് ഉടമയ്ക്ക് GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ റെഗുലർ റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്ക് ഇൻപുട്ട് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാം. ബിൽഡിംഗ് ഉടമയ്ക്ക് GST ഇല്ലെങ്കിൽ റിവേഴ്സ് ചാർജ് സമ്പ്രദായം അനുസരിച്ച് GST വാടകക്കാരൻ തന്നെ അടയ്ക്കണം. റിവേഴ്സ് ചാർജ് സമ്പ്രദായം എന്താണ്? ഒരു രജിസ്റ്റർ ചെയ്ത വ്യാപാരി മറ്റൊരു രജിസ്റ്റർ ചെയ്ത വ്യക്തിയിൽ നിന്ന് വാടകയ്ക്ക് എടുക്കുമ്പോൾ GST വാടകക്കാരൻ തന്നെ അടയ്ക്കണം. പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കുടുംബാംഗങ്ങൾ സൗജന്യമായി കെട്ടിടം വാടകയ്ക്ക് കൊടുത്താലും GST അടയ്ക്കേണ്ട ബാധ്യത വ്യാപാരിയുടേതാണ്. വാടക കരാർ ഇല്ലെങ്കിലും GST ബാധ്യത ഉണ്ടാകും. എന്താണ് നമുക്കിതിൽ ചെയ്യേണ്ടത്? ഉടൻ തന്നെ വാടക കരാർ തയ്യാറാക്കി GST പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യുക. ഈ നിയമം നിങ്ങളെ എങ്ങനെ ബാധിക്കും? നിങ്ങളുടെ ബിസിനസ് ചെലവുകൾ ഉയരും. നിയമം പാലിക്കാതിരുന്നാൽ പിഴയും നിയമ നടപടികളും നേരിടേണ്ടി വരാം. GSTയിൽ വന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊരു വാടകയ്ക്ക് ബിൽഡിംഗ് എടുത്ത് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ നിയമങ്ങൾ തീർച്ചയായിട്ടും പാലിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.